ബാലഗംഗാധര തിലക് ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കെതിരെ ജീവിതാന്ത്യം വരെ പോരാടിയവരിൽ പ്രമുഖനായിരുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സൂര്യ തേജസ്സോടെ ഉദിച്ചുയർന്ന സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന സിംഹഗർജനം നടത്തിയ ഭാരതാംബയുടെ നിർദ്ധയനായ പ്രിയപുത്രൻ ബാലഗംഗാധര തിലക് മഹാരാഷ്ട്രയിൽ കൊങ്കൺ തീരത്തുള്ള രത്നഗിരിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ 1856 ജൂലൈ 23 രാമചന്ദ്ര തിലക് എന്ന സ്കൂൾ അധ്യാപകന്റെ മകനായിട്ട് ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം പൂനെയിൽ ഡെക്കാൻ കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും തുടർന്ന് ബോംബെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമബിരുദവും നേടിയ അദ്ദേഹം പൊതുപ്രവർത്തനത്തിലും ആകർഷണാവുകയായിരുന്നു. വാസുദേവ ബൽവന്ത് പടേഗെ മഹർഷി, അണ്ണാ സാഹിബ് പട്വർദ്ധൻ, വിഷ്ണു ശാസ്ത്രി എന്നിവരുടെ പ്രേരണയും സാന്നിധ്യവും തിലകനിൽ സ്വാധീനം ചെലുത്തി. ഇവരിലൂടെ കലർപ്പില്ലാത്ത സ്വതന്ത്ര ചിന്താബോധവും ഭാരതീയ കാഴ്ചപ്പാടിനെ കുറിച്ചും സമഗ്രമായി പഠിക്കുവാനും തിരിച്ചറിയുവാനും അദ്ദേഹത്തെ സഹായിച്ചു. ജനകീയ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കാൻ വിഷ്ണു ശാസ്ത്രി 1880 ആരംഭിച്ച ന്യൂ ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപകരായിട്ടാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. കഴിവുറ്റ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം. തന്റെ ചിന്താധാരകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കേസരി എന്ന പേരിൽ മറാഠി ഭാഷയിൽ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചിരുന്നു. ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കെതിരെ സ്വാഭിമാനത്തോടെയും സ്വതന്ത്രവുമായി ചിന്തിച്ച ശക്തമായ പ്രതിഷേധ ജ്വാല ഉയർത്താൻ അദ്ദേഹം എന്നും ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് എന്ന ചട്ടക്കൂട്ടിൽ നിന്ന് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ആക്കം കൂട്ടാൻ കഴിയില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കോൺഗ്രസിൽ ചേർന്നാണ് സമരങ്ങളിൽ പങ്കെടുത്തിരുന്നതെങ്കിലും നേതാജിയെ പോലെ ബ്രിട്ടീഷുകാർക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിക്കണമെന്ന തീവ്ര നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്നത്തെ കോവിഡ് വൈറസ് ബാധ പോലെ രാജ്യവ്യാപകമായി 1897 പടർന്നു പിടിച്ച പ്ലേഗ് എന്ന മഹാമാരിയെ നേരിടുന്നതിൽ സർക്കാർ കാണിച്ച അനാസ്ഥയ്ക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹത്തെ 1897 ജൂലൈയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി 1 വർഷം ജയിലിൽ അടച്ചു. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് നടന്ന സമരങ്ങളിലെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കാനും സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകാനും സ്വരാജ് നേടിയെടുക്കാനും ആഹ്വാനം ചെയ്ത ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം ആഞ്ഞടിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ദേശീയ തലത്തിൽ സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിശ്ചിതമായ വിമർശനങ്ങളോട് കൂടിയ ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു. ഇതെല്ലാം ബ്രിട്ടീഷുകാരെ പ്രകോപിപ്പിക്കുകയും 1906 ജൂൺ മാസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ബർമയിലെ മണ്ടയിലെ ജയിലിൽ അടക്കുകയും ചെയ്തു. ജയിൽവാസ സമയത്തും ആ രാജ്യസ്നേഹി വെറുതെ ഇരുന്നില്ല. ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകൾ പഠിക്കുകയും ഗീതാരഹസ്യം എന്ന മഹത്തായ കൃതി രചിക്കുകയും ചെയ്തു. 6 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയത്. ജനഹൃദയങ്ങളിൽ ദേശാഭിമാനം വളർത്തി അവരുടെ മനസ്സിൽ ബ്രിട്ടീഷ് സർക്കാരിനോടുള്ള അതൃപ്തിയും അസ്വസ്ഥതയും ആളിക്കത്തിച്ച അവരെ പ്രബുദ്ധരാക്കി അവരുടെ ശക്തിയും സാമർത്ഥ്യത്തെയും സാമ്രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയും ഒന്നിപ്പിക്കുക എന്നതായിരുന്നു തിലകന്റെ ജീവിത ലക്ഷ്യം. ജനങ്ങളെ പ്രബുദ്ധരാക്കാനും അടിമത്തത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ഉണർത്താനും അദ്ദേഹം ഗണോത്സവങ്ങൾ സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങൾക്ക് സ്വയം ഭരണ പദവി ആവശ്യപ്പെട്ടുകൊണ്ട് 1916 ആനി ബസന്റുമായി ചേർന്ന ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. 1891 പൂനെയിലെ മുനിസിപ്പൽ കൗൺസിലും 1895 ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലും ഇദ്ദേഹം അംഗമായിരുന്നു. 1894 ബോംബെ സർവകലാശാലയുടെ സൊസൈറ്റിയിൽ ഫെലോ ആകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഈശ്വര വിശ്വാസവും ഭക്തിയും മതാചാരങ്ങളും രാഷ്ട്രചിന്തയും സ്വാതന്ത്ര്യബോധവും മാതൃകാപരവും പ്രചോദനാത്മകവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ലളിത ജീവിതം ഉയർന്ന ചിന്തയും ഗാന്ധിജിയെ പോലും ആകർഷിച്ചിരുന്നു. അളവറ്റ അറിവ്, അറ്റമറ്റ സ്വാർത്ഥതാകം, ആജന്മ സേവനം എന്നിവയാൽ ജനതയുടെ ഹൃദയക്ഷേത്രത്തിൽ അദ്വിതീയ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന മഹാത്മാഗാന്ധിയും തിലകൻ തുടങ്ങിവച്ചതിന്റെ മുകളിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി തുടങ്ങിയതെന്ന നെഹ്റുവിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ കഴിവുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഭാരതാംബയുടെ ഉൾവിളി കേട്ട ആത്മധൈര്യവും ആത്മാർത്ഥതയും കൈമുതലാക്കി മാതൃരാജ്യത്തിനു വേണ്ടി സർവ്വതം സമർപ്പിച്ച തിലകനെ പോലുള്ള ധീരദേശാഭിമാനികളുടെ ഓർമ്മ ഒരു യാഗാഗ്നി പോലെ കേടാവിളക്കായി നമ്മുടെ മനസ്സുകളിൽ എന്നും എരിഞ്ഞു നിൽക്കണം.